ഇന്ന് സ്ക്വിഡ് കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, സ്ക്വിഡ് റിംഗ് ഫ്രൈ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 കൂന്തളാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിങ്ങനെ റിങ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. ഞാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി ഒരു ഫ്ലവർ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സ്ക്വിഡ് റിങ്സ് ആയിട്ട് എടുക്കുക. ഈ മൈദയുടെ മിക്സിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കാം. ആ കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തും പൊടി ചെല്ലുന്ന വിധത്തിൽ കോട്ട് ചെയ്തെടുക്കുക. എക്സസ് ഉള്ള പൊടി തട്ടിക്കളയാം. ഇനി ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഇതിൽ കോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന വിധത്തിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു ബാച്ച് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമേ വേഗം കളർ മാറും, പക്ഷെ ഉള്ളിൽ വേവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, സ്പൂൺ ഇട്ട് ഒരുപാട് ഇളക്കി കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടിങ് ഇളകി എണ്ണയിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറു സൈഡും കൂടെ പാകത്തിനൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇതാ 2 സൈഡും പാകത്തിന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. കിച്ചൺ ടിഷ്യൂയിലോ അല്ലെങ്കിൽ സ്ട്രെയിനറിലോ വെക്കാം, അതിൻ്റെ ക്രിസ്പിനെസ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സ്ക്വിഡ് റിംഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിപ്പായിട്ട് മയണൈസാണ് റെഡിയാക്കിയിട്ടുള്ളത്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.